GCD മാർട്ടിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. GCD മാർട്ടിലെ നമ്മൾ 10ഓളം കാര്യങ്ങളാണ് നമ്മുടെ GCD മാർട്ട് എന്ന ഓൺലൈൻ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതായത് 1 ഹോം അപ്ലയൻസ്, 2 ഇലക്ട്രിക്കൽസ്, 3 ഇലക്ട്രോണിക്സ്, ഫാഷൻ ആൻഡ് കോസ്മെറ്റിക്സ്, മെഷീനറി, അതുകൂടാണ്ട് റിയൽ എസ്റ്റേറ്റ്, വെഹിക്കിൾസ്, സർവീസസ് എന്നീ 10 മേഖലയാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതില് ജനങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ വീട്ടാവശ്യത്തിനുള്ള ഏറ്റവും നല്ല നല്ല ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് നമ്മുടെ ഹോം അപ്ലയൻസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഒരു വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇലക്ട്രിക്കൽ ഐറ്റംസ്, അതിന് ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് ആ നല്ല പ്രോഡക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ്. 3 ഇലക്ട്രോണിക്സ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് താല്പര്യമുള്ള ഒരു മേഖലയാണ് ഇലക്ട്രോണിക്സ്. അത് മൊബൈൽ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ. അങ്ങനെ ആ ഇലക്ട്രോണിക്സിൽ തന്നെ നല്ല നല്ല ഉൽപ്പന്നങ്ങൾ ഏറ്റവും നല്ല വില കുറച്ച് കൊടുക്കുന്ന രീതിയിലേക്കും കൂടി നമ്മൾ മുന്നേറാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കുന്നത്. അതുപോലെ തന്നെ ഫാഷൻ ആൻഡ് കോസ്മെറ്റിക്സ്, എല്ലാവരും വളരെയധികം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന മേഖലയാണ് ഫാഷൻ, കോസ്മെറ്റിക്സും അതുപോലെ ഡ്രസ് ഐറ്റംസുകളെല്ലാം തന്നെ. ഓൺലൈനിൽ തന്നെ പല പല ഡ്രസ് ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്യാറുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ ഗുണനിലവാരത്തിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ നല്ല കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ തീരുമാനിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. കോസ്മെറ്റിക്സ് ആകട്ടെ, കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. കൂടുതൽ കെമിക്കൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അത്തരം ഉൽപ്പന്നങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് കൂടുതൽ അസുഖബാധ്യത ഉണ്ടാക്കുന്ന തരം കോസ്മെറ്റിക്സ്. നമ്മൾ കടകളിൽ പോയിട്ട് കോസ്മെറ്റിക്സിന്റെ ഐറ്റംസ് എന്തും ആയിക്കോട്ടെ അതൊക്കെ വാങ്ങിക്കാറുണ്ട്. പക്ഷെ അതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താണ്ടാണ് പലരും അത് വാങ്ങിച്ചുപയോഗിക്കുന്നത്. അതൊക്കെ പിന്നീട് പല അസുഖങ്ങൾക്കും കാരണമാവുകയും ചെയ്യും. പിന്നെ അടുത്ത മേഖല എന്ന് വെച്ചാൽ മെഷീനറിയാണ്. പല പല ടൈപ്പ് മെഷീനറീസ് എല്ലാം ഉണ്ടാവും. ആ മെഷീനറി തന്നെ നമ്മുടെ ഇതിനകത്തേക്ക് പുതിയതും പഴയതുമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെ മെഷീനറീസ് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കും. കൂടാതെ നമുക്ക് മെറ്റീരിയൽസ് ആണ്. ആ മെറ്റീരിയൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള മെറ്റീരിയൽ ഉൽപ്പന്നങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒത്തിരി കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതെല്ലാം തന്നെ ക്വാളിറ്റിയിലും നമുക്ക് പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ക്വാളിറ്റി പരിശോധിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കണ്ണുടച്ച് സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ഷോപ്പിയായിട്ടാണ് നമ്മൾ ഇതിനെല്ലാം കാണുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. ഇനി അടുത്ത മേഖല എന്ന് പറയുന്നത് വെഹിക്കിൾസ് ആണ്. എല്ലാവർക്കും പുതിയ വാഹനം മേടിക്കാൻ കഴിവുണ്ടാകണം എന്ന് നിർബന്ധമില്ല. എന്നാൽ നല്ല നല്ല വാഹനങ്ങൾ സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വിൽക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് നല്ല വില കിട്ടണം. അതുപോലെ തന്നെ അത് വാങ്ങിക്കാൻ നിൽക്കുന്നവർക്ക് അതും നല്ല രീതിയിൽ നല്ല വെഹിക്കിൾ കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ അതും നമ്മൾ ഈ ഒരു GCD മാർട്ടില് നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത്. അതുകൂടാണ്ട് തന്നെ സർവീസ് മേഖല എന്ന് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് ആവശ്യമുള്ള സർവീസ് അതെന്തൊക്കെയാണ്. ഇപ്പൊ നമുക്ക് ഒരു വീട് നിർമ്മിക്കണം. ആ വീട് നിർമ്മിക്കണമെങ്കിൽ നല്ല കോൺട്രാക്ടേഴ്സിനുണ്ട്. ആ കോൺട്രാക്ടേഴ്സിൽ തന്നെ പല പല വിഭാഗങ്ങളുണ്ട്. പെയിന്റിങ് കോൺട്രാക്ടേഴ്സ് ഉണ്ടാവും, സ്ട്രക്ചർ ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്റീരിയർ ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള നല്ല കമ്പനിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ഗുണകരമാവുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കമ്പനികളെ ക്ഷണിക്കാനും അവരെ കൊണ്ട് ആ വർക്ക് ചെയ്യിക്കാനും വേണ്ടിയിട്ടാണ് ഈ സർവീസ് മേഖല ഉൾപ്പെടുത്തിക്കുന്നത്. ആ സർവീസ് മേഖലയിൽ തന്നെ നമുക്ക് വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലൊക്കെ ഒരുപോലെ തന്നെ തൊഴിൽ സാധ്യതകൾ കൊടുക്കുന്ന കമ്പനികളുണ്ടാവും. അത്തരം കമ്പനികളെയും നമുക്ക് നമ്മുടെ ഈ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്യാവുന്നതാണ്. അവര് കൃത്യമായിട്ടുള്ള സർവീസാണ് കൊടുക്കണമെങ്കിൽ അവരെയും നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. പിന്നെ മറ്റൊരു മേഖല എന്ന് പറഞ്ഞാൽ സർവീസ് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ ഫാമിലി ആയിട്ടൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് അവരുടെ വീട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സർവീസ് കൂടി കൊടുക്കുക എന്നുള്ളത് GCDയുടെ ഒരു ലക്ഷ്യം തന്നെയാണ്. കാരണം പല ആൾക്കാർക്കും ഇന്ന് സമയക്കുറവാണ്. അവരുടെ വീടും പരിസരവും ശുചിയായിട്ട് കിടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ നിരവധി പേരുണ്ട്. അപ്പൊ അവരുടെ നോക്കാൻ ആളില്ലാത്തതിന്റെ പേരിൽ അവരുടെ വസ്തു നശിച്ചു പോവുകയും അല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ നശിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനിൽ
ഒരു മാസം കൃത്യമായിട്ട് നല്ല സർവീസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്കിത് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ അത്തരത്തില് ഏതെങ്കിലും പ്രവാസികൾക്കോ അല്ലെങ്കിൽ അത്തരത്തില് ഏതെങ്കിലും ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമ്പനിയെ സമീപിച്ചു കഴിഞ്ഞാല് അവരുടെ വീടും പരിസരവും അത് പ്രൊട്ടക്ട് ചെയ്യാനും അത് മെയിൻറ്റെയിൻസ് ചെയ്യാനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും നമ്മുടെ GCD മാർട്ട് മുന്നോട്ട് വരികയാണ്. വിദേശ രാജ്യത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് അവർക്കറിയില്ല ഏത് തരം കൺസൾട്ടൻസിനെ അവരെ ബന്ധപ്പെടണമെന്നൊന്നും അവർക്കറിയില്ല. അപ്പൊ പല കുട്ടികളും അവരുടെ അറിവില്ലായ്മ കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിച്ചിട്ട് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ അത് അപ്രൂവൽ അല്ലെങ്കിൽ ഗവൺമെന്റ് അപ്രൂവൽ അല്ലെങ്കിൽ NCA അപ്രൂവൽ അല്ലാത്ത പല യൂണിവേഴ്സിറ്റികളും ഉണ്ടാവുക. അപ്പൊ അത്തരത്തിൽ 4-5 വർഷം പഠിച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോഴാണ് അവരറിയുന്നത് അത് NCA അംഗീകാരം ഇല്ലാത്ത യൂണിവേഴ്സിറ്റി ആണെന്നുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ അല്ലെ ഇത്തരം കുഴിയിൽ ചെന്ന് വീഴാണ്ടിരിക്കണമെങ്കിൽ കൃത്യമായുള്ള ഒരു ഗൈഡൻസ് കൂടിയാൽ മതിയാവുള്ളൂ. അപ്പൊ അത്തരത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന നല്ല കൺസൾട്ടൻസി കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ഉത്തരവാദിത്തത്തോടെ അവരെ അവിടെ എത്തിക്കുകയും പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സർവീസിൽ മറ്റൊരു മേഖല. അപ്പൊ അത്തരത്തില് അധികം താമസിക്കേണ്ട തന്നെ വിദേശ റിക്രൂട്ടിംഗ് കമ്പനികൾ അതായത് നമ്മുടെ കോളേജുകളിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കുന്ന കമ്പനികളുമായിട്ട് ടൈപ്പായിക്കൊണ്ട് ആ മേഖലയിലേക്കും നമ്മൾ കടന്നു വരികയാണ്. അതായത് നമ്മുടെ GCD മാർട്ടിലൂടെ അല്ലെങ്കിൽ GCD എന്ന കൺസെപ്റ്റിലൂടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ മേഖലകളിലേക്കും കടന്നു ചെന്നുകൊണ്ട് അവരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയാണ് ഇതിന്റെ പിന്നിലുള്ളത്. താങ്ക് യു.